ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം മതേതര നവോത്ഥാന പുരോഗമനവാദികളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റിൻ്റെ 2 സഭകളും അംഗീകരിച്ചു. ആദ്യം ലോക്സഭയിൽ അവതരിപ്പിച്ചു, പാസ്സാക്കി. തൊട്ടടുത്ത ദിവസം രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസ്സാക്കി. ഇത് അവതരിപ്പിക്കുന്ന വരെ ഇവിടെ കുറച്ച് പേരെങ്കിലും വിചാരിച്ചത് നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡും അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി, പിന്നെ ജയന്ത് ചൗധരിയുടെ പാർട്ടി, ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയും ഈ ഭേദഗതി നീക്കത്തെ എതിർക്കും, ചെറുക്കും. മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയപ്പെട്ടിട്ടെങ്കിലും ഈ പ്രാദേശിക കക്ഷികൾ BJPയുടെ ഫാസിസ്റ്റ് നിലപാടിനെ ചെറുത്ത് ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്തും. ഏറ്റവും കുറഞ്ഞ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും ഇത് തള്ളിക്കൊണ്ടുപോകാൻ കഴിയും എന്നാണ്. പക്ഷേ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ചെറിയ ആളുകളൊന്നുമല്ല. അവർ നിതീഷ് കുമാറിനെയും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. തെലുങ്ക് ദേശത്തിലെയും ജനതാദൾ യുണൈറ്റഡിലെയും മെമ്പർമാർ അഹമഹമിഹയ ഈ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചു. അതോടുകൂടി ഇത് പാസ്സാവും എന്നുള്ളതിന് ഉറപ്പായി. കോൺഗ്രസ്സുകാർ ബില്ലിനെ എതിർക്കും എന്ന് തീരുമാനിച്ചു. അതുപോലെ ഇന്ത്യ സഖ്യത്തിലെ ബാക്കി പാർട്ടികൾ തീരുമാനിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും മാണി ഗ്രൂപ്പിനും ചെറിയ വിമ്മിട്ടമുണ്ടായിരുന്നു. കാരണം മെത്രാന്മാരെ നാളെയും കാണേണ്ടതാണ്. വിശ്വാസികൾ ഇവരെ കാണുമ്പോൾ ഇനി ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയാണെങ്കിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ എല്ലാ മെമ്പർമാർക്കും അവരുടേതായ വിപ്പ് കൊടുത്തിരുന്നു. നമ്മുടെ സഭയ്ക്കും സമുദായത്തിനും മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും എതിരായ യാതൊരു നിലപാടും പാർലമെൻറ്റിൽ സ്വീകരിക്കരുത് എന്ന്. ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് ഹൈബി ഈഡൻ നിയമത്തെ അനുകൂലിച്ചു എന്ന് മാത്രമല്ല പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഡീൻ കുര്യാക്കോസിനും ബെന്നി ബെഹനാനും അതുപോലെ ആൻഡോ ആൻ്റണിക്കൊന്നും അത്രയും ധൈര്യം വന്നില്ല. അവർ മൗനം പാലിച്ചു. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പ്രിയങ്ക ഗാന്ധി മെത്രാന്മാരെ പിണക്കാനുള്ള വിഷമം കൊണ്ടാണോ അതോ വയറിന് സുഖമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പാർലമെൻറ്റിലേക്കേ പോയില്ല. രാഹുൽ ഗാന്ധി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മെത്രാന്മാർക്ക് എന്തു തോന്നും എന്ന് കരുതി അദ്ദേഹം മൗനം പാലിച്ചു. ഒന്നും മിണ്ടിയില്ല, പ്രസംഗിച്ചില്ല, വോട്ട് ചെയ്തു. പ്രിയങ്ക ഗാന്ധി ആ വഴിക്കേ വന്നില്ല. പിന്നെ KC വേണുഗോപാൽ പ്രസംഗിച്ചു, ET മുഹമ്മദ് ബഷീർ പ്രസംഗിച്ചു, മറ്റ് പല ആളുകളും പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ ഗംഭീരമായി. അസദുദ്ദീൻ ഒവൈസിയാണ് അതിഗംഭീരമായ പ്രസംഗം നടത്തിയത്. ഇതൊക്കെ കഴിയുമ്പോഴും വോട്ടെടുപ്പിൽ ഈ ഭേദഗതി പാസ്സാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടെന്നില്ല. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രാജ്യസഭയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. അവിടെ ജോസ് കെ മാണിക്ക് ചെറിയ അങ്കലാപ്പ് ഉണ്ടായിരുന്നു. എങ്കിലും വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഈ നിലപാട് തന്നെ സ്വീകരിച്ചു. ഇതിൽ ഏറ്റവും രസകരമായ അനുഭവം CPM പാർട്ടിക്കാരുടെയായിരുന്നു. ഇവർ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയാണ്. മധുരയ്ക്ക് പോകാതെ ഡി എന്ന പാട്ട് ഉറക്കം മൂളിക്കൊണ്ട് ബ്രിട്ടാസ് സംഘവും പാർലമെൻറ്റിൽ തിരിച്ചെത്തി. ബ്രിട്ടാസിൻ്റെ തൊട്ടടുത്ത് ശിവദാസനും തൊട്ട് പുറകിൽ നമ്മുടെ ഡബിൾ റഹീമും ഇരിപ്പുണ്ടായിരുന്നു. ഇവർ 3 പേരും കറുത്ത ഷർട്ടിട്ട് വന്നാണ് പ്രതിഷേധിച്ചത്. കാരണം കറുപ്പ് പ്രതിഷേധത്തിൻ്റെ രൂപമാണ്. ഇവരുടെ നേതാവും അഖില കേരള ചക്രവർത്തിയുമായ സഖാവ് പിണറായി വിജയന് ഈ കറുപ്പ് കണ്ടാൽ വല്ലാതെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ പുള്ളി ഇത് കാണുന്നില്ല, പുള്ളി മധുരയിലാണ് എന്ന ഉറച്ച ധൈര്യത്തിലാണ് ഇവർ 3 പേരും ഈ കറുത്ത വസ്ത്രം ധരിച്ച് പാർലമെൻറ്റിൽ വന്നു. ബ്രിട്ടാസ് റഹീമിൻ്റെ പോലെയല്ല, അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ശശി തരൂരിനെ പോലെ അനർഗളമായി ഇംഗ്ലീഷ് പറയുന്ന ആളല്ല. എങ്കിലും കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, ഇറ്റ് ഗിവ്സ് അസ് മിൽക്ക്, ഇറ്റ് ഹാസ് 4 legs ആൻഡ് എ ലോങ് ടെയിൽ എന്നൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രസംഗം പോരാ ഈ വഖഫ് നിയമത്തിൻ്റെ കാര്യത്തിലെന്ന് പുള്ളിക്ക് തോന്നി. അതുകൊണ്ട് അദ്ദേഹം മലയാള ഭാഷയിൽ അതിഗംഭീരമായ പ്രസംഗം നടത്തി. പ്രസംഗം എന്ന് വെച്ചാൽ വലിയ കണ്ടൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല, സോഡാ കുപ്പി പോലത്തെ തുറന്ന പോലത്തെ പ്രസംഗമായിരുന്നു. പുള്ളി എമ്പുരാൻ സിനിമയെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ വിചാരിക്കും എമ്പുരാനെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. നല്ല ചർച്ച വഖഫ് ബില്ലിനെ കുറിച്ചാണ്. പുള്ളി ഇടയ്ക്ക് മുനമ്പത്തെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു, എമ്പുരാനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു, അതിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. പ്രസംഗമൊക്കെ ഗംഭീരമായി. പക്ഷേ അവിടെ ഇരിക്കുന്ന മെമ്പർമാർക്കാർക്കും മലയാളം അറിയാൻ പാടാത്തതുകൊണ്ടും അവരാരും ഈ സിനിമ കാണാത്തതുകൊണ്ടും ആകെ കൂടി ഒരു സറിയലിസ്റ്റ് സിനിമ കണ്ട ഒരു പ്രതീതിയാണ് പൊതുവെ ആളുകൾക്കുണ്ടായത്. പിന്നെ ബ്രിട്ടാസിൻ്റെ പ്രസംഗം കേട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള സഖാക്കൾ എല്ലാവരും കോരി തരിച്ച് കൈയടിച്ചു എന്നുള്ളൊരു സത്യമാണ്. പണ്ട് PC തോമസ് ലോക്സഭാംഗമായിരുന്ന കാലത്ത് അദ്ദേഹം ഇതുപോലെ ചെയ്യുമായിരുന്നു.
വാജ്പേയിയുടെ വിശ്വാസ പ്രമേയമാണെങ്കിലും ദേവഗൗഡയുടെ അവിശ്വാസ പ്രമേയമാണെങ്കിലും PC തോമസ് പ്രസംഗിക്കുന്ന റബ്ബറിൻ്റെ വിലയിടിവിനെ കുറിച്ചായിരിക്കും. കാരണം മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ആളുകളെല്ലാവരും തന്നെ ഈ ചർച്ച കാണുന്ന പുള്ളിക്കറിയാം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റബ്ബറിൻ്റെ വിലയിടിവാണ്. അതുകൊണ്ട് PC തോമസിന് ആകെ 1 മിനിറ്റ് പ്രസംഗിക്കാൻ കിട്ടുള്ളൂ. പുള്ളി ആ സമയത്ത് സാർ റബ്ബറിൻ്റെ വില ഇടിച്ചു സാർ എന്ന് പ്രസംഗിക്കും. അത് കേൾക്കുമ്പോൾ മൂവാറ്റുപുഴയിലുള്ള കർഷകരെല്ലാവരും ആനന്ദ തുന്തിലരാകും. നമ്മുടെ തോമാച്ചൻ അവിടെ പോയി റബ്ബറിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്ന് വിചാരിക്കും. ഏതാണ്ട് ഇതേ നമ്പറാണ് ബ്രിട്ടാസ് അവിടെ പയറ്റിയത്. ബ്രിട്ടാസിൻ്റെ പ്രസംഗം സഭാനാഥന് മനസ്സിലായില്ല, ബാക്കി മാന്യ മെമ്പർമാർക്കും മനസ്സിലായില്ല. അതിൻ്റെ ഭാഷ കൊണ്ട് മാത്രമല്ല, അവിടെ അപ്പം തന്നെ പരിഭാഷപ്പെടുത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ കേരളത്തിലുള്ള സഖാക്കൾക്ക് മനസ്സിലായി. ഇതാ ബ്രിട്ടാസ് സഖാവ് നമ്മുടെ കിരൺ റിജിജുവിൻ്റെ ബില്ലിനെ കീറി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഇവരെല്ലാവരും സന്തോഷിച്ചു. അതാണ് ബ്രിട്ടാസിൻ്റെ പൊടിക്കൈ എന്ന് പറയും. ഈ ബ്രിട്ടാസ് ആരെ മോനെന്നറിയും. അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നത്. അത് പൂവടർത്തുന്ന പോലെ അദ്ദേഹം രാജ്യസഭ സീറ്റ് കൈക്കലാക്കി. പുള്ളി യഥാർത്ഥത്തിൽ CPM കാരനൊന്നുമല്ല. ദേശാഭിമാനി പത്രത്തിൽ ഒരു തൂലിയ തൊഴിലാളി മാത്രമായിരുന്നു. അവിടുന്ന് പിണറായി വിജയന് സോപ്പിട്ട് കൈരളി ചാനലിൻ്റെ പ്രധാന നടത്തിപ്പുകാരനായി. പിന്നെ രാജ്യസഭാംഗമായി. അതിനിടയ്ക്ക് 3 കൊല്ലം നമ്മുടെ ലക്ഷ്മിയടത്തിയുടെ ലോ കോളേജിൽ പോയി ഉഴുന്നരച്ചും അരിയാട്ടിയും ഒരു നിയമവിരുദ്ധവും കരസ്ഥമാക്കി. അങ്ങനെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ്, ഒരു നിയമബിരുദധാരിയെ പിന്നെ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചു. ഡോക്ടറേറ്റ് എന്ന് വെച്ചാൽ ചിന്താ ജെറോമിൻ്റെ പോലത്തെ ഡോക്ടറേറ്റാണ്. എങ്കിൽ പോലും ഡോക്ടറാണ് അദ്ദേഹം. അത്യാവശ്യം മരുന്ന് എഴുതാനും സാധിക്കും. അങ്ങനെ ഒരു വെടിക്കുള്ള നിയമമുണ്ട്. ഒരാളെ കൊല്ലുമ്പോൾ അതിന് വൈദ്യശാസ്ത്രം അറിയാം. പത്രപ്രവർത്തനത്തിലും അതുപോലെ TV ജേർണലിസത്തിലുമൊക്കെ കഴിവ് തെളിയിച്ച ആളാണ്. എല്ലാത്തിലും ഉപരി പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. പിണറായി വിജയൻ എവിടെ പോകുമ്പോഴും ബ്രിട്ടാസിനെ കൊണ്ടുപോകും. കാരണം ബ്രിട്ടാസിന് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ പിന്നെ കണക്കും നന്നായിട്ട് അറിയാം. കണക്ക് പറഞ്ഞ് ഈ വിഭവം സമാഹരിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായം കാരണഭൂതന് എല്ലായ്പ്പോഴും അനിവാര്യമാണ്. അതാണ് ബ്രിട്ടാസിൻ്റെ മഹത്വം. ബ്രിട്ടാസ് വെറും പൊട്ടാസാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ബ്രിട്ട് ആസ് എന്ന് പറയുന്നവരുണ്ട്, അതും ശരിയല്ല. പുള്ളി വലിയ കഴിവും പ്രാഗൽഭ്യവും പ്രതിഭയും ഉള്ള ആളാണ്. അല്ലായിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ റഹീമിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ, അതല്ലെങ്കിൽ ശിവദാസിനെ കൊണ്ട് പറയിപ്പിച്ചാൽ, അതൊന്നും ചെയ്യാതെ കറുത്ത ഷർട്ടിട്ട് ഈ ഫാസിസ്റ്റുകളെ പുള്ളിയും ഞെട്ടിച്ചു. അതുകൂടാതെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാതെ മലയാളത്തിൽ പ്രസംഗിച്ച് സാമ്രാജ്യത്വത്തെയും പുള്ളി തോൽപ്പിച്ചു. ഇനി എന്ത് ബാക്കിയുണ്ട്? ഇനി ഒറ്റക്കൊരു കാര്യമേ ബാക്കിയുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛന്മാർ ചോദിക്കും, എന്നാലും ബ്രിട്ടാസേ നീ ഈ ചതി ചെയ്തല്ലോ, നമ്മുടെ സഭയുടെ അരുളപ്പാടുകളെ ധിക്കരിച്ച് നീ അവിടെ പോയി പ്രസംഗിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് എന്ത് ചെയ്യും? ബ്രിട്ടാസ് ഉടനെ തന്നെ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകൂത്തും. 7 അല്ല 70 തവണ ക്ഷമിക്കണമെന്നല്ലേ അച്ചോ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്, ജീവിച്ചു പോകട്ടെ. അതുകൊണ്ട് ഉത്തമ മനസ്താപത്തോടെ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കും. എന്നിട്ട് ഒരു കാര്യം കൂടി പറയും, പൊന്നച്ചോ ഈ ബലഹീനനായ ജോൺ ബ്രിട്ടാസ് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചാലും അതിൻ്റെ ഭേദഗതി എതിർത്താലും നിയമത്തെ അനുകൂലിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലല്ലോ. നല്ലവരായി BJPക്കാർ ആ ഭേദഗതി പാസ്സാക്കുക മാത്രമല്ല നടപ്പാക്കിയെടുക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് വന്യപിതാവേ, എൻ്റെ ബലഹീനത, എൻ്റെ ഇടർച്ച അങ്ങ് ക്ഷമിക്കണമേ. എനിക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് റെഡിയാക്കി തരണമേ. രാജ്യസഭ കഴിഞ്ഞ് പരലോകത്ത് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ വലതുഭാഗത്ത് എനിക്കൊരു സീറ്റ് ശരിയാക്കി തരണമേ എന്ന്. പിന്നെ ഏതച്ഛനെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അച്ഛന്മാർ ക്ഷമിക്കും, പോട്ടെ ജോണെ, ഇത്തവണ പറ്റിയത് പറ്റി, ഇനി മേലിൽ പറ്റാതെ നോക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു. ഇതാണ് ജോൺ ബ്രിട്ടാസും ഈ രാജ്യസഭയിലും ലോകസഭയിലുള്ള ബാക്കി മെമ്പർമാരും തമ്മിലുള്ള വ്യത്യാസം. പുള്ളി ജീവിക്കാൻ പഠിച്ച ആളാണ്. ബാക്കി പല മെമ്പർമാരും അപ്പോൾ ജീവിക്കാൻ പഠിക്കാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ചാതുര്യം ഇദ്ദേഹത്തിനുണ്ട്. അത് കറുത്ത ഷർട്ട് ഇടുന്ന കാര്യത്തിലാണെങ്കിലും മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഉത്തമ മനസ്താപത്തോടുകൂടി പള്ളിയിലച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബ്രിട്ടാസിനെ വെട്ടാൻ ഇന്നിപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ മറ്റൊരാളില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.